ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്നത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. റൈറ്റ് സൈഡിലുള്ള ആരോ മാർക്ക് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുവാൻ പറ്റും. അതിൽ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അത് ആ കേക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. അപ്പോൾ ഇനി ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. സോസ് പാൻ ഒരു 7 ഇഞ്ചിന്റെ സോസ് പാൻ ആണ്. അപ്പോൾ സാധാരണ ഒരു 8 ഇഞ്ചിന്റെ സോസ് പാൻ എടുത്താലും മതി. പക്ഷെ എൻ്റെ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാനിത് 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചൊരു റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചാൽ മതി. ഇനി അത് എല്ലാ വശത്തോടെയും തേച്ച് പിടിപ്പിക്കുക. ഇനി ഒരു പഴയ സോസ് പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഈ ഗ്രീസ് ചെയ്ത് വെച്ച സോസ് പാൻ എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുമ്പോൾ ലോ സ്പീഡിൽ നിന്നും തുടങ്ങി ഹൈ സ്പീഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൗഡേർഡ് ഷുഗർ ഇട്ട് കൊടുക്കണം. പൗഡേർഡ് ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചസാര ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് 1 കപ്പ് പഞ്ചസാര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്ത് എടുക്കുക. അപ്പോഴേക്കും കളറൊക്കെ നല്ല ചേഞ്ചായി വരുന്നതാണ്. ഈ ബൗള് ഉണങ്ങിയത് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ചെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാവില്ല. അപ്പോൾ അതായത് ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബീറ്റർ ഇല്ലാത്തവർ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ മുട്ടയുടെ കളർ ആ ഒരു യെല്ലോ കളറിൽ നിന്നും ഒരു ഓഫ് വൈറ്റ് കളറിലായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇതൊരിക്കലും ഓവറായിട്ട് ബീറ്റ് ചെയ്യാനും പാടില്ല. അതായത് ഒരു 3 പ്രാവശ്യമൊക്കെ ആയിട്ട് ആ പൗഡർ ഷുഗർ ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് ഓയിലാണ് ചേർക്കുന്നത്. റൈസ് ബ്രാൻ ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. തവിടെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാമുള്ളൂ. അതായത് 1 മിനിറ്റ് കൂടുതൽ ബീറ്റ് ചെയ്തെടുക്കരുത്. ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം, പക്ഷെ ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അപ്പോൾ ഇനി ബീറ്ററിൻ്റെ ഉപയോഗം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ്. മിൽക്ക് മെയ്ഡ് ഓപ്ഷനിലാണ് കേട്ടോ. അതിന് പകരമായിട്ട് നമുക്ക് പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഒന്ന് ചെയ്ത് പാൽപ്പൊടി മിൽക്ക് മെയ്ഡ് ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനി ഒരു ഫ്ലോർ സിഫ്റ്ററിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ സോഡാപ്പൊടി അല്ലെങ്കിൽ അപ്പക്കാരാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുറേശ്ശെയായിട്ട് അരിച്ചിട്ട് കൊടുക്കാം. ഒരു 3 പ്രാവശ്യമൊക്കെ ആയിട്ട് അരിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ ഈ ഫ്ലോർ സിഫ്റ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അരിപ്പയിൽ ആദ്യം തന്നെ ഒന്ന് അരിച്ചെടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് ചേർത്താൽ മതി. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒരു 3 പ്രാവശ്യമായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതിപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ എൻ്റെ മോനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അവൻ്റെ ആ കുഞ്ഞു കൈകളാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഒരേ ഡയറക്ഷനിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കണം. ഈ വിനാഗിരി ഒഴിച്ചതിന് ശേഷമുള്ള കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മിക്സ് ചെയ്തത് നമ്മൾ ആ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് വേണ്ട റിബൺ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു 10-15 പ്രാവശ്യം ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് മൂടി വെച്ച് ഒരു 30-35 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കണം. ഈ സോസ് പാനിൽ ഉണ്ടാക്കുന്നത് ഒരു ഓർഡർ കേക്കാണ്. അപ്പോൾ എനിക്കിത് കട്ട് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ വേറൊരു കേക്കും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മുടെ ഉപ്പിട്ട് സാധാരണ കേക്ക് ടിൻ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഇത് നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ കേക്കിൻ്റെ സെൻറ്ററിലായിട്ടൊരു സ്ക്യൂവർ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് സ്ക്യൂവർ നല്ല ക്ലീനാണ്, അതായത് നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്കൊരു വയറാക്കിയിട്ട് കൊട്ടിയിടാം. കേക്ക് ടിൻ പോലെയല്ല, കുറച്ച് നേരം ഒന്ന് ചൂടാറാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ സോസ് പാൻ്റെ ചൂട് കൊണ്ട് അത് പിന്നെയും എന്താ പറയുക ഡ്രൈ ആവും.
ക്രംസ് കൂടുതലായിട്ട് വരും. അപ്പോൾ അത് കാരണം അത് പെട്ടെന്ന് തന്നെ കൊട്ടിയിടുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ മറ്റൊരു കേക്ക് വെച്ചില്ലായിരുന്നു, അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടല്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളവും 1 കപ്പ് പഞ്ചസാരയും കൂടെ ഒരു സോസ് പാനിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. പിന്നെ ഇതിലേക്ക് ഒരു 5 ചെറി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഇട്ടിട്ടുണ്ട്. ഈ ചെറി ഓപ്ഷനിലാണ്. അപ്പോൾ അതായിപ്പോൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയില്ലേ, ആ കേക്ക് കട്ട് ചെയ്തെടുത്താട്ടോ. അപ്പോൾ അത് ചായയുടെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അവർക്ക് അപ്പോൾ ഐസിങ് ഒന്നും ചെയ്യണില്ല, വെറുതെ ഇങ്ങനെ ഒരു കേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വാനില സ്പഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ഷുഗർ സിറപ്പ് തണുക്കാനായിട്ട് വെച്ചേക്കുകയാണ് കേട്ടോ. അപ്പോൾ തണുത്തതിന് ശേഷം വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഇതുപോലെ വേണം കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇത് സ്റ്റാപ്ലർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കുവാണെങ്കിൽ, അല്ല ഫ്രീസറിലേക്ക് വെച്ചേക്കുവാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇതിപ്പോൾ 1 കിലോയുടെ വിപ്പിംഗ് ക്രീമാണ്. ഇതിനൊരു 200-220 രൂപയ്ക്ക് റേറ്റ് വരാറുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഒരു 4-5 കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ലോ സ്പീഡിൽ നിന്നും തുടങ്ങി ഹൈ സ്പീഡിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് നല്ല സ്റ്റിഫ് പീക്കായിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ല സ്റ്റിഫ് പീക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ബൗള് കൊട്ടിയിട്ടാൽ പോലും ഈ ക്രീം ചാടിപ്പോവില്ല. അപ്പോൾ അതേ രീതിയിൽ വന്നം. അപ്പോൾ നമ്മളിത് ബീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ബൗളും അതുപോലെ ഈ വിസ്കും കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വയ്ക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം വേണം ബീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തത് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് കോമ്പൗണ്ട് വൈറ്റ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കണം. അപ്പോൾ ഇനി കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ടേൺ ടേബിൾ എടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡിന് മുകളിലായിട്ട് കുറച്ചൊരു ക്രീം തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് കേക്കിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കേക്കിൽ ഏറ്റവും ടോപ്പിലുണ്ടായിരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ കേക്ക് വെച്ച് കൊടുക്കാം. ആ ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് നന്നായിട്ട് ഷുഗർ സിറപ്പ് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ആ ചെറിയൊക്കെ ഉള്ളത് അതും കൂടെ അങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. ഇനി ക്രീം തേച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രീം ഒരു ഐസിങ് ബാഗിലേക്ക് എടുക്കുകയാണ്. ഇങ്ങനെ ഈ ഐസിങ് ബാഗിൽ ഇട്ടിട്ട് നമ്മൾ ക്രീം തേച്ച് കൊടുക്കണേട്ടോ ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. അപ്പോൾ ഒരു കറക്റ്റ് ലെവലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ക്രീം എല്ലായിടത്തോടെയും തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാം. അപ്പോൾ അത് ഇങ്ങനെ ഞാൻ ഈ കവറ് കളയാണ്ട് ഇങ്ങനെ കവറോട് കൂടിയിട്ട് പിടിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിലൊന്നും ഒട്ടും പറ്റി പിടിക്കില്ല. കൈയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരുന്നോളൂ. അപ്പോൾ ഇനി അടുത്ത 2ാമത്തെ ലെയർ വെച്ച് കൊടുത്തു. അപ്പോൾ ഈ 2ാമത്തെ ലെയറിൽ കേക്ക് കുറച്ചൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഐസിംഗ് ഒക്കെ ചെയ്തെടുക്കുമ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് തേച്ചു. പിന്നെ അതിന് മുകളിൽ ക്രീം, എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും വൈറ്റ് ചോക്ലേറ്റ്. അപ്പോൾ ഈ സെയിം രീതി തന്നെ 3 ലെയറിലും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഒക്കെ വരുന്നതൊക്കെ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് തേച്ച് കൊടുത്തോളൂ കേട്ടോ. ക്രം കോട്ടിംഗ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. 3ാമത്തെ ലെയറായിട്ട് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കേക്കിൻ്റെ ഏറ്റവും താഴത്തെ ഒരു ലെയർ ഉണ്ടായിരുന്നല്ലോ, അതാണ് കേട്ടോ കൊടുക്കുന്നത്. ഏറ്റവും ലെവലായിട്ടുള്ളത് ആ ഒരു പീസായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത് ഏറ്റവും ടോപ്പിലായിട്ട് കൊടുക്കുന്നത്. അതുപോലെ ഏറ്റവും താഴത്തെ ലെയർ കൊടുക്കുമ്പോൾ ഒന്ന് തിരിച്ച് വെച്ചിട്ട് വേണം കേട്ടോ കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ ഷുഗർ സിറപ്പൊന്നും അതിൻ്റെ ഉള്ളിലിട്ട് കറക്റ്റായിട്ട് ഇറങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് വെച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് മുകളിൽ ചെറിയൊന്നും വയ്ക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി ഐസിങ് ചെയ്തെടുക്കാം. ടോപ്പിലും സൈഡിൽ കൂടെയും ഒക്കെ ക്രീം തേച്ച് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് ഐസിങ് ചെയ്തെടുക്കാം. ക്രം കോട്ടിങ് ചെയ്താൽ മതി.
ഒരുപാട് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ഐസിങ് ചെയ്യണമെന്നൊന്നുമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ ഗ്രേറ്റ് ചെയ്തും ഒക്കെ ഇടുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അധികം പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് ബിഗിനേഴ്സിന് വേണമെങ്കിലും എല്ലാ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിലും കേക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണിത്. വൈറ്റ് ഫോറസ്റ്റ് കേക്ക് നല്ല ടേസ്റ്റുമാണ്. എന്നാൽ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. കാരണം അധികം ഫിനിഷിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതായത് ഫ്രിഡ്ജിൽ വച്ചേർന്ന ഒരു ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലധികം പറ്റി പിടിക്കില്ല ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വച്ചേക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് പീൽ ചെയ്തെടുക്കില്ലേ, അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഷോപ്പിൽ നിന്നൊക്കെ ചിലപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് കാണാറുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഗ്രേറ്റ് ചെയ്താണ് ഇട്ടത്. ഡെക്കറേഷനൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുക. ഈ കേക്ക് ബോർഡിൻ്റെ സൈഡിൽ കൂടെ വന്നിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ്സ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഐസിങ് ചെയ്തത് ഒരു സ്റ്റാർ നോസിൽ ഇട്ടിട്ടാണ് ഐസിങ് ചെയ്തത്. അപ്പോൾ ആ ഒരു നോസിൽ വെച്ച് തന്നെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കുറച്ച് ക്രീം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് വയ്ക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് മുകളിലായിട്ട് നമുക്ക് ചെറി വെക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് സാധാരണയായിട്ട് വൈറ്റ് ചോക്ലേറ്റ് കേക്കിൽ കാണാറുള്ളത്. അപ്പോൾ ആ ഒരു ഡിസൈൻ തന്നെ നമുക്ക് കൊടുക്കാം. ടിൻറ്റ് ചെറി കിട്ടുവാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. കാരണം അത് ആ ഒരു ഞെട്ടോട് കൂടി ഇരിക്കുമല്ലോ. അപ്പോൾ അത് കാണാൻ കുറച്ചുകൂടെ ഒരു ഭംഗിയായിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ സാധാരണ ചെറി മേടിക്കാൻ കിട്ടില്ലേ, അതാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് കുറച്ചൊരു വൈറ്റ് ചോക്ലേറ്റും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ അത് പിന്നെയും ക്രീം ബാക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഓവറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലായിട്ടും നമ്മുടെ ഫാൻസി ആയിട്ടുള്ള ഷുഗർ സ്ട്രാൻഡ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ തന്നെ എന്തൊരു മൊഞ്ചാന്ന് നോക്കി. പക്ഷേ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാൻ നിവർത്തിയില്ല, കാരണം ഇത് കൊടുത്തു വിടാനുള്ളതാണ്. അപ്പോൾ നമുക്ക് പാക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അത് ഇതുപോലത്തെ ഒരു ഷീറ്റായിട്ടാണ് നമ്മുടെ പാക്കിംഗ് ബോക്സ് വന്നത്. എന്നിട്ട് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കാം. നമ്മൾ ഷോപ്പിൽ നിന്നൊന്നും മേടിക്കുമ്പോൾ സ്റ്റാപ്ലറൊന്നും അടിച്ചു തരാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാപ്ലറൊക്കെ അടിച്ചത് സെറ്റപ്പാക്കിയാണ് കൊടുത്തു വിടുന്നത് കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് കേക്ക് ബോർഡോടുകൂടി അങ്ങോട്ട് ഇറക്കി വെച്ചാൽ മതി. പിന്നെ ഒരു സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ച് അങ്ങോട്ട് കൊടുത്തു വിട്ടാൽ മതി. അപ്പോൾ ഇതിപ്പോൾ 1 കിലോയുടെ കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു 1.5 കിലോയുടെ കേക്കിൻ്റെ ഒരു ബോക്സ് മേടിക്കുകയാണെങ്കിലാണ് കറക്റ്റായിട്ട് ഇങ്ങനെ ക്രീമൊന്നും എവിടെയും പറ്റി പിടിക്കാതൊക്കെ ഇരിക്കുള്ളൂ. മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ എന്താ പറയുക, കുറച്ചൊക്കെ ജാമായി പോകും പോലെ ഇരിക്കും. പിന്നെ ഒരു എന്താ പറയുക, കേക്കിൻ്റെ നൈഫൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുന്ന നൈഫും കൂടെ ഒരെണ്ണം വെച്ച് കൊടുത്ത് നല്ലൊരു പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടാൽ മതി. അപ്പോൾ ഈ പാക്കിങ്ങിൻ്റെ ബോക്സൊക്കെ ആണെങ്കിലും നല്ല കാണാൻ നല്ല പ്രിൻ്റഡൊക്കെ ആയിട്ടുള്ളതൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതൊരു പ്ലെയിൻ ആയിട്ടുള്ളേ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ പ്രിൻ്റഡൊക്കെ മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ റേറ്റൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സൗജന്യമായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.